പ്രൈസ് ദി ലോർഡ്. എല്ലാ കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തിലാണല്ലോ ഇരിക്കുന്നത്. ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞതിൻ്റെ സന്തോഷം മുഖത്തുണ്ട്. അത് നല്ലതാണ്. ദൈവജനത്തിൻ്റെ സന്തോഷത്തോടുകൂടി പഠിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ചിരുന്നേ. ഓക്കെ, ഇനി പറഞ്ഞ പ്രാർത്ഥനയെന്ന് കേട്ടപ്പോഴേ കുഞ്ഞുങ്ങൾ കണ്ണടച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് ദൈവം നമുക്ക് പഠിക്കാൻ വന്നിരിക്കുന്നത്, പഠിപ്പിക്കാൻ തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനം പഠിക്കുവാനും ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പഠിക്കുന്നതും ഈ വചനം പഠിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കുമാറാണെങ്കിൽ അവരുടെ പാതയ്ക്ക് ദീപമായിരുന്നു അവരെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളെ അവരുടെ കരങ്ങളിൽ താഴ്ത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം നമ്മൾ ഇന്ന് വേദപഠനത്തിനായിട്ട് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം പറഞ്ഞേ, എത്രാമത്തെ പാഠമാ? ഓക്കെ, പാഠം 24. വെരി ഗുഡ്. ഒരു കുഞ്ഞത് കൃത്യമായിട്ട് പാടും. എല്ലാ കുഞ്ഞുങ്ങൾക്ക് അറിയാം, അത് ചാടി കയറി പറഞ്ഞതാണ്. പാഠം 24. പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? നമ്മുടെ തുണയായ ദൈവം. എന്താ തുണയെന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നമ്മുടെ തുണയായ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സഹായത്തിനായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. അത് നല്ലൊരു കാര്യമല്ലേ? എപ്പോഴും നമ്മുടെ ആവശ്യത്തിൽ നമ്മുടെ കൂടെ തുണയായിട്ട് നിൽക്കുന്ന ദൈവം. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. എന്താണ് ഈ പാഠത്തിലുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിളിൽ നിന്നും ഏത് ഭാഗത്തു നിന്നെടുത്ത സംഭവമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് വേദഭാഗം ഞാൻ പറയാം. അതായത് ഇയ്യോബിൻ്റെ പുസ്തകം, നമുക്കെല്ലാം സുപരിചിതമായ സങ്കീർത്തന പുസ്തകത്തിൻ്റെ തൊട്ട് കയറ്റിലുള്ള പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം, 2-ാം അധ്യായം, 42-ാം അധ്യായം എന്നീ അധ്യായങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ബൈബിളിലുള്ള ഭാഗമാണെന്നുള്ളതാണ് വായന ഭാഗം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് മനഃപ്പാഠവാക്യം. എല്ലാ ആഴ്ചയും നിങ്ങൾ പഠിക്കുന്നതാണ്. ഇന്നത്തെ മനഃപ്പാഠവാക്യം ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ചിരിക്കാം. മനഃപ്പാഠവാക്യം. നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠത്തിൽ ഒരു വലിയ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അത്രമാത്രം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. എല്ലാ ദേവദാസന്മാരും ഈ വ്യക്തിയെക്കുറിച്ച് പ്രസംഗിക്കാതെ പോകത്തില്ല. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബൈബിളിലെ. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇയ്യോബ്. നിങ്ങളെല്ലാം ഇയ്യോബിനെ ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഏകദേശം പെട്ടെന്ന് ഇയ്യോബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ പാസ്റ്റർമാരൊക്കെ ചർച്ചയിൽ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു ദേവദാസനെ കുറിച്ച് എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇയ്യോബിൻ്റെ വിഷയം. കാരണം എല്ലാ ദൈവമക്കളുടെ ജീവിതമായിട്ട് കണക്റ്റഡാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം. അതുകൊണ്ട് നമുക്കത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ പാഠഭാഗത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? ഇയ്യോബ്. ഓക്കെ, ഇനി ഇയ്യോബ് ഇവിടെ താമസിച്ചിരുന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബിൻ്റെ പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. എവിടെയാണ്? ഊസ് ദേശത്ത്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലമാണ് ഊസ് ദേശത്ത്. ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഇനി ഈ മനുഷ്യൻ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരാളുടെ പേര് പറഞ്ഞാൽ ഉടനെ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു അങ്കിളിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഉടനെ നമുക്കൊരു അഭിപ്രായമുണ്ട്, നല്ല അങ്കിള, എല്ലാവരോടും വളരെ സ്നേഹമാണ്. ഇനി വേറൊരാളുടെ പേര് പറഞ്ഞാൽ വേറൊരാൾ പറയും, മറ്റു കുഞ്ഞുങ്ങൾ പറയും, അയ്യോ എപ്പോഴൊരു ദുഷ്ടൻ, ഒരു സഹായം ചെയ്യാത്ത ഒരാൾ. ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റി നമുക്ക് നല്ല അഭിപ്രായങ്ങളുമുണ്ട്, ചിലരെ പറ്റി അഴുക്ക അഭിപ്രായങ്ങളുണ്ട്. നമുക്കെന്നാൽ ഈ ഇയ്യോബ് എന്ന് പറഞ്ഞ അങ്കിളിനെ പറ്റി എന്താണ് മനുഷ്യർക്കും ദൈവത്തിനോടുള്ള അഭിപ്രായം എന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇയ്യോബ് എന്ന മനുഷ്യനെ പറ്റി പ്രത്യേകം പറഞ്ഞിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞ ഇന്നസെന്റ് എന്ന് പറയത്തില്ലേ? പേരായിട്ട് ഇന്നസെന്റ് ഉണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നസെന്റ്, നിഷ്കളങ്കൻ. നല്ല നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നിർമ്മലത, തെറ്റുകൾ കള്ളത്തരൊന്നും കാണിക്കാതെ, വ്യാജഭാവമൊന്നും കാണിക്കാതെ നിഷ്കളങ്കമായ പെരുമാറ്റം. പിന്നെ അടുത്ത ഒരു സ്വഭാവമായിരുന്നു യോബങ്ങളുടെ അടുത്ത സ്വഭാവം എന്താ? നേരുള്ളവൻ. എന്താ നേരെന്ന് പറഞ്ഞാൽ? സത്യം. നേരെന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം മാത്രം പറയുന്നത്, നേരുള്ളവൻ. അടുത്തതാണ് ദൈവഭക്തനായിരുന്നു അദ്ദേഹം. ദൈവഭക്തൻ എന്താണ്? ദൈവത്തോടുള്ള ഭക്തി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അതാണ് ദൈവഭക്തി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ദോഷം വിട്ട് അകലുന്നവൻ. ദോഷം വിട്ട് അകലുന്നവൻ.
എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ദോഷം കണ്ട അങ്ങോട്ട് പോകത്തില്ല. ഞാൻ ആ ദോഷത്തിന് കൂട്ട് നിൽക്കത്തില്ല, ഞാനത് ചെയ്യത്തില്ല, ഞാനവരെ ഉപദ്രവിക്കത്തില്ല. ദോഷത്തെ വിട്ടകന്ന് മാറുന്ന ഒരു വ്യക്തി. അപ്പോൾ നോക്കി എന്തൊക്കെ നല്ല ക്വാളിറ്റീസ് എന്നാന്ന് നോക്കി. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചോണം. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. പിന്നെന്താണ്? കുടുംബത്തെ ദൈവഭക്തിയിൽ വളർത്തുന്നവൻ. തന്നെ കുടുംബത്തെ ദൈവഭക്തിയിൽ നല്ല ഉപദേശം കൊടുത്ത് മക്കളെയൊക്കെ അനുസരണത്തോടുകൂടി വളർത്തുന്നതായിരുന്നു ഇയ്യോബ്. ഇനി നോക്കി, ഇത് മനുഷ്യൻ മാത്രം പറഞ്ഞൊരു അഭിപ്രായമല്ല. നമ്മളെ പറ്റിയൊക്കെ മനുഷ്യന്മാർ പറയും, അവർ നല്ലതാണ്, അല്ലെ അഴുക്ക എന്നൊക്കെ പറയും. എന്നാൽ ദൈവം നമ്മളെ പറ്റി ആരെങ്കിലും അഭിപ്രായം പറഞ്ഞ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്കാർക്കും അറിയത്തില്ല. നമ്മളത് അറിയാൻ പോകുന്നേ ഉള്ളൂ, അല്ലേ? എന്നാൽ ഇയ്യോബിന് ദൈവത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇയ്യോബിന് എന്താണ്? ഇയ്യോബിനെ പറ്റി ദൈവം പറഞ്ഞൊരു സാക്ഷ്യമാണിത്. മനസ്സിലായി? എന്താണ്? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തവൻ, ദോഷം വിട്ടകലുന്നവൻ. ദൈവം ഇയ്യോബിനെ പറ്റി സാക്ഷ്യപ്പെടുത്തിയ വാക്കുകളാണ്. ഇതാണ് ഈ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വിലയേറിയ ഗുണങ്ങൾ. ഇനി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ പറ്റി എടുത്ത് സംസാരിക്കാൻ നമ്മൾ അയാളുടെ കുറച്ച് ക്വാളിറ്റീസ്, സ്വഭാവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് നമ്മൾ അടുത്ത ലെവൽ എന്താണ്? അയാളുടെ ധനം, ഒരു അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും പറയുന്ന ഒരു കാര്യം, അവർ വലിയ പാവപ്പെട്ടവർ അല്ലെ, ഭയങ്കര പോസിറ്റീവാണ് പറയുന്നത്. എങ്ങനെയാണ്? കാറ് നോക്കും, വീട് നോക്കും, സമ്പത്ത് നോക്കും, വസ്ത്രം നോക്കും, പിന്നെ ചുറ്റുപാടുകളൊക്കെ നോക്കും, അല്ലേ? അവർ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ പറഞ്ഞ ഒരാൾ ധനവാനാണോ അല്ലയോ? പണ്ടത്തെ കാലത്ത് അങ്ങനെയാണോ? നല്ല കാറുകൾ നോക്കിയാണോ ഒരാളുടെ സമ്പത്ത് വിലയിരുത്തുന്നത്? അല്ല. നമ്മൾ അബ്രഹാമിനെ പറ്റി പഠിച്ചത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബഹുസമ്പന്നനായിരുന്നു. അന്നത്തെ കാലത്തെ പണത്തിനെ വിലമതിക്കുന്ന എന്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമോ? എന്ന് പറഞ്ഞേ കുഞ്ഞെ. കറക്റ്റ്. എന്താണ്? മൃഗസമ്പത്തൊക്കെ നോക്കും. ആടുണ്ടോ, ഒട്ടകമുണ്ടോ, കാളയുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് മൃഗസമ്പത്തിൻ്റെ ലെവൽ നോക്കിയിട്ട് എന്താ പറയും? ധനവാനാണെന്ന് പറയും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇയ്യോബിനെ നോക്കിയാലോ? ഇയ്യോബ് ധനവാനാണോ നോക്കാം. നോക്കിയേ, ഇയ്യോബിന്റെ ധനത്തിന്റെ മെഷർമെന്റ് നോക്കാം. 7000 ആട്, 7000 ആടുണ്ടായിരുന്നു, 3000 ഒട്ടകമുണ്ടായിരുന്നു. പിന്നെന്താണ്? 500 കാള. അടുത്തത് 500 കഴുതയുമായ മൃഗസമ്പത്തുള്ള ഒരാളായിരുന്നു ആര്? ഇയ്യോബ്. ഇതിനെല്ലാം ഇയ്യോബ് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. ഇതിനെല്ലാം നോക്കാനുള്ള അതിനനുസരിച്ചുള്ള ദാസീദാസന്മാർ, സെർവന്റ്, വേലക്കാരൻ. അപ്പം ഇതെല്ലാമാണ് ഇയ്യോബിന്റെ ധനത്തിന്റെ ഒരു അളവ്. ഇത്രമാത്രം മൃഗസമ്പത്തുണ്ടായിരുന്ന ഇത്ര ധനവാനായ ഒരു വ്യക്തിയാണെന്ന് ഓർത്തോളം ദൈവഭക്തനായിരുന്നു. അങ്ങനെ ദൈവഭക്തിയും സന്തോഷവും കുടുംബത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മക്കളെയൊക്കെ നല്ല അനുസരണത്തോട് വളർത്തി ജീവിച്ചു വരുന്ന ഇയ്യോബിന്റെ ജീവിതം കണ്ടപ്പോൾ ഒരാൾക്ക് അസൂയ ഉണ്ടാകണം. ആരാന്നറിയുമോ? സാത്താൻ ഭൂമിയിലെല്ലാം ഈ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആര് ദൈവഭക്തരായിട്ട് ജീവിക്കുന്നു അവരെ തെറ്റിക്കണം. അങ്ങനെ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നൊരു ആർഗ്യുമെന്റ് നടത്തും. ദൈവത്തിനടുത്ത് ചെന്നപ്പോഴേ ദൈവത്തിനെല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ. ചെന്നപ്പോഴേ ദൈവം എന്തുകൊടുത്തറിയാമോ? സാത്താനോട് ചോദ്യം, നീ എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ദൈവത്തിന് മനസ്സിലായി, എൻ്റെ ദാസനായ ഇയ്യോബിനെ നോട്ടം ഇട്ടിട്ടാണ് ഇവന്റെ വരവ്. എന്നിട്ട് വന്ന് ദൈവത്തിനടുത്ത് നിന്നിട്ട് ഒരു ചോദ്യം, ദൃഷ്ടി വെച്ചുവോ ചോദിച്ചപ്പോഴത്തേനാതെ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇവന്റെ ഉദ്ദേശം അറിയാമോ? ഇവൻ അസൂയ. ഇത്രയും കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് ആരാ? നമ്മുടെ ഇയ്യോബ് ഇങ്ങനെ സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരു പ്രശ്നവും ഇല്ല. ചിലർക്കാണ് ദാനം ഉണ്ടെങ്കിൽ ദൈവഭക്തി കാണത്തില്ല, ചിലർക്ക് ദൈവഭക്തി ഉണ്ടെങ്കിൽ വേറെ ദുർസ്വഭാവം കാണിക്കും. അങ്ങനെ ഇതൊന്നുമില്ല, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആര്? ഇയ്യോബ്. അപ്പം പരാതിയുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് സാത്താൻ എത്തി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ദൈവസ്ഥയിൽ ചെന്ന് പറയുകയാണ്, നീ അവനെയും അവനുള്ളതിനെയും എല്ലാം ഇങ്ങനെ വേലി കെട്ടി സൂക്ഷിക്കുന്നതിനാണ് ഇയ്യോബിനെ ദൈവഭക്തനായിട്ട് നിൽക്കുന്നത്. എന്താണ്? നമ്മോട് ശ്രദ്ധിക്കുക. നീ അവനെയും അവനുള്ള സകലത്തെയും വെച്ചാൽ മക്കളെയും സമ്പത്ത് അവന്റെ പേരിൽ എന്തൊക്കെയുണ്ട് അതിനെല്ലാം നീ ഇങ്ങനെ വേലി കെട്ടിയെന്ന് വെച്ചാൽ എന്താ? ചുറ്റും വേലി കെട്ടി ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ്, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇയ്യോബ് ഇങ്ങനെ ദൈവഭക്തനായി നിൽക്കുന്നതെന്നാണ് സാത്താന്റെ വാദം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കത്തില്ല, കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ദൈവമക്കളെയും എല്ലാം നമുക്ക് ആരെയൊക്കെ പ്രാർത്ഥിക്കും, അവരെ വേലി കെട്ടി സൂക്ഷിക്കുന്ന രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ?
അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനോട് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞ പോലെ സാത്താൻ ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പരാതി പറയുകയാണ്, നീ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് യോബ് ഇങ്ങനെ ഭക്തനായിട്ടിരിക്കുന്നത്. നീ അവന്റെ വേലിയൊക്കെ ഒന്ന് എടുത്തു മാറ്റാമെങ്കിൽ അവൻ ഭക്തിയൊക്കെ ത്യജിച്ച് നിന്നെ തള്ളി പറയുമെന്ന് ദൈവവുമായിട്ടൊരു ആർഗ്യുമെന്റ് ഏർപ്പെട്ടു. നീ അവനെ തൃക്കൈനീട്ടി തൊട്ട് അവന്റെ പ്രൊട്ടക്ഷൻ എടുത്ത് മാറ്റിക്കേ, അപ്പൊ കാണാൻ യോബ് നിന്നെ തള്ളി പറഞ്ഞ് കാര്യങ്ങളെല്ലാം തിരിയുമെന്ന് സാത്താൻ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ദൈവം യോബിനെ പരീക്ഷിക്കാൻ സാത്താനെ അനുവാദം കൊടുത്തു. അപ്പൊ ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ ഒരു രോമം പോലെ തീരത്തില്ല. പിശാചിന് നമ്മുടെ പേര് എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം അനുവാദം കൊടുക്കണം. മനസ്സിലായോ? വലിയൊരു മാർഗമാണ്. അപ്പൊ നോക്കണേ, ദൈവം എന്തെടുത്തു? സാത്താന്റെ ഈ വാദത്തിൽ നിന്ന് ദൈവം പറഞ്ഞു, ഓക്കെ, ദൈവം ഇവിടെ അനുവാദം കൊടുത്ത് ഇതിനെ പരീക്ഷിക്കാൻ, യോബിനെ പരീക്ഷിക്കാൻ ദൈവം അനുവാദം കൊടുക്കാൻ. അങ്ങനെ പക്ഷെ നമ്മൾ യോബ് ഇതൊന്നും അറിയുന്നില്ല. യോബ് ആ സൂക്ഷിച്ച് ഇങ്ങനെ പോവാം. അങ്ങനെ എനിക്ക് ഒരു ദിവസം നമ്മുടെ യോബ് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തുണ്ട് പെട്ടെന്ന് ദൂതൻ അവിടെ എത്തുകയാണ്. ദൂതൻ വന്നിട്ട് യോബിന്റെ അടുത്ത് പറയാണ്, കൊള്ളക്കാരായ ശെബയർ വന്നിട്ട് കാളകളെയും പെൺകഴുതുകളെയും പിടിച്ചുകൊണ്ടുപോയി. കാളകളെയും പെൺകഴുതുകളെയൊക്കെ പിടിച്ചുകൊണ്ട് ദാസിദാസന്മാരെ എതിർക്കും, അതിനെ ഒപ്പോസ് ചെയ്യും, എതിർക്കും. അപ്പോഴത്തേനും അവരെന്തോടും കൊള്ളക്കാരവരെയെല്ലാം വെട്ടിക്കൊന്നു. അത് ഒരുത്തം മാത്രം ഓടി രക്ഷപ്പെട്ട് യോബ് രക്ഷപ്പെടുന്ന വാർത്ത പറയുകയാണ്. കൊള്ളക്കാരായ ശെബയർ വന്ന് എന്തെടുത്തു? കാളകളെയും പെൺകഴുതുകളെയും എല്ലാം പിടിച്ചോണ്ട് പോയി, ദാസിദാസന്മാരെ എല്ലാം കെട്ടിക്കൊന്നു. ഓക്കെ, ആ വാർത്ത കേട്ടു. നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അയ്യോ, വിഷമൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത വാർത്തകൾ, ഇങ്ങനെ ഓരോ വാർത്തകൾ തുടരെ വരിക. പിശാചവന്റെ പരിപാടികൾ തുടങ്ങി. ദൈവം ഒന്ന് അനുവാദം കൊടുത്തപ്പോൾ അവൻ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ആദ്യ സമ്പത്തിന്മേൽ. മനസ്സിലായോ? അപ്പൊ ആദ്യം എന്താണ്? കാളകളെയും പെൺകഴുതുകളെയൊക്കെ പിടിച്ചോണ്ട് പോകും. ഒരു വശത്ത് ആക്രമിക്കാൻ കഴിയും. രണ്ടാമത് നോക്കിയാൽ എന്താണ് സംഭവിച്ചത്? ആകാശത്ത് നിന്ന് തീ വീണിട്ട് ആളുകളും വേലക്കാരും അഗ്നിക്കിരയായി മരിച്ചു. അപ്പം യോബിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്തെടുത്തു? അഗ്നിക്കിരയായി. ആകാശത്ത് തീ അങ്ങോട്ട് വീഴുക, കത്തിച്ചമ്പലായി. അങ്ങനെ അടുത്ത ദുരന്ത വാർത്ത അതാണ്. ആകാശത്ത് തീ വീണിട്ട് വേലക്കാരത്തിൽ പേര് മരിച്ചു, ആളുകളും വേലക്കാരും മരിച്ചു. അടുത്ത മൂന്നാമത്തെ ദുരന്തം, ഒന്നായി രണ്ട്, തീർന്നില്ല. ചൈനമായിട്ട് ഓരോരോ ദുരന്തങ്ങൾ യോബിന്റെ ജീവിതത്തിന് നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുക. സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന യോബിന്റെ മേലാണ് പ്രതികൂലത്തിന്റെ കാറ്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് എന്താ കുഞ്ഞുങ്ങളെ സംഭവിച്ചത് ശ്രദ്ധിച്ചേ? വേറൊരു കൂട്ടം കൊള്ളക്കാരായ കൽദയർ. ആദ്യം വന്നത് ശെബയറാണ്. മൂന്നാമത് വന്നിരിക്കുന്ന വേറൊരു കൂട്ടം കൊള്ളക്കാരായ കൽദയർ വന്നിട്ട് എന്തെടുത്തു? ഒട്ടകങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ അവരെ ഒട്ടകങ്ങളെ നോക്കുന്ന വേലക്കാരുണ്ടല്ലോ, അവരതിനെ തടുത്തു. കൊണ്ടുപോയത് പിടിച്ചപ്പോഴത്തേന് വേലക്കാരെ വാളിനാൽ കൊന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് ദൂതൻ വന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളാണ് യോബിനോട് പറഞ്ഞത് ഈ സംഭവം. കൊള്ളക്കാരായ കൽദയർ വന്ന് നമ്മുടെ ഒട്ടകങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോയി, വേലക്കാരെല്ലാം കൊന്നു നശിപ്പിച്ചു എന്ന് അവരോട് പറയണം. മനസ്സിലായി? മൂന്നാമത്തെ ദുരന്തം. നമ്മളാണ് തകർന്നു പോകത്തില്ലേ? നമ്മുടെ ഒരു വണ്ടി എവിടെയൊന്നും ആക്സിഡന്റ് ആയി, അല്ലെ നമ്മുടെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു, അപ്പോഴേ നമ്മുടെ മുഖം വാടി, ദൈവം എന്തു പരിപാടി ചെയ്ത്, ദൈവത്തെ ഇത്രയും വിളിച്ചിട്ട് എന്തോ കഷ്ടമായത് നമ്മൾ പറയത്തില്ല. ഞാൻ പറയാം, സ്വാഭാവികമായിട്ട് മനുഷ്യത്തിൽ ചെയ്യുന്ന കാര്യം. യോബ് ഇതിനൊന്നും പറയുന്നില്ല, ദൈവഭക്തനായിരുന്നു. ഓക്കെ, ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ യോബിന് വളരെ ദുഃഖം ഉണ്ടായെങ്കിലും അവൻ ദൈവത്തെയോ ദൈവനാമത്തെയോ ഭരിച്ചില്ല. അതാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം. ഇത്രയും സംഭവം നടക്കുമ്പോഴെന്താണ് യോബ് ദൈവത്തിനോട് എതിരായിട്ടൊന്നും പറയുന്നില്ല, ഇതെല്ലാം ദുഃഖത്തോടെ സഹിക്കുകയാണ്. നോക്കിയേ, അപ്പൊ പറയുന്നൊരു വലിയ മഹത്തമായ ഒരു വാക്കുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് യോബ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. നോക്കി, ഇത്രയും പ്രതികൂലത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ യോബ് പറഞ്ഞത്, ഇതെല്ലാം എനിക്ക് ആരാ തന്നേ? യഹോവ. ഇതെല്ലാം ആരാ തിരിച്ചെടുത്തത്? യഹോവ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് യോബിന് മറുപടിയായിട്ട് പറഞ്ഞത്. വേറൊരു വാക്കുകൊണ്ട് ദൈവത്തെ ദുഷിച്ചില്ല യോബ്. ഈ പരീക്ഷകളൊക്കെ ആഞ്ഞടിച്ചപ്പോഴും യോബിന്റെ മേൽ അതിന് ജയമെടുപ്പാൻ കഴിഞ്ഞില്ല. സാത്താന് ജയമെടുപ്പാൻ കഴിഞ്ഞില്ല. യോബിന്റെ ശരീരത്തെ അപ്പം പിശാച് കഴിച്ച് ഇത്രയൊക്കെ സമ്പത്തിന്മേൽ തൊട്ടിട്ടും ഇതെന്താ ഇദ്ദേഹത്തിന് ഒരു മാറ്റമില്ലാത്തത്? ഒരു മാറ്റമില്ല. ഇതിനിടയ്ക്ക് വലിയ സംഭവം നടക്കുകയാണ്. അദ്ദേഹത്തിന് എത്ര മക്കളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 7 ആൺമക്കളും 3 സുന്ദരികളായ പെൺമക്കളും.
മക്കളുണ്ടായിരുന്നു. നോക്കിയേ, ഒരു ദിവസം ജ്യേഷ്ഠന്റെ വീട്ടിലെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ വീട്ടിൽ വിരുന്ന് പങ്കുകൊണ്ടിരുന്നപ്പോൾ വിരുന്നിൽ പങ്കെടുത്തോണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ ഒരു ദുരന്തം നടക്കണം. ഭയങ്കര ഒരു കാറ്റടിച്ചു, ഭയങ്കര കൊടുങ്കാറ്റടിച്ചിട്ട് അവരിരുന്ന സ്ഥലം, ആ വീടും സ്ഥലമല്ല എന്താണ്, നിലം പതിച്ചിട്ട് മൊത്തം ആൾക്കാരെ മരിച്ചുപോയി. യോബിന്റെ 7 പുത്രന്മാരും 3 പെൺമക്കൾ. ആ വീട് തകർന്ന് വീണിട്ട് കൊടുങ്കാറ്റ് ശക്തമായിട്ട് അടിച്ചിട്ട് വീട് തകർന്ന് വീണാണ് എല്ലാവരും മരിച്ചു. ഇത്രയൊക്കെ സംഭവം നടക്കുമ്പോഴേ യോബ് പറയുന്നത് എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വളർത്തുന്നൊരു പട്ടി ചത്തുപോയാൽ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടാവും. യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാള, ആട്, ഒട്ടകം എല്ലാം നഷ്ടപ്പെട്ടു, വേലക്കാരെല്ലാം തീ വീണ് മരിച്ചു, അല്ലാതെ കൊള്ളക്കാരെ വന്ന് കൊന്നൊടുക്കി, മക്കൾ നഷ്ടപ്പെടുന്നു. ആ മനുഷ്യൻ എത്രമാത്രം തകർന്നു കാണും മാനുഷികമായിട്ട്. എന്നാൽ ഒരു ദൈവഭക്തൻ പറഞ്ഞ വാക്കാണ് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിനനുദിനം ദൈവത്തെ പഴിക്കാനപ്പം സാത്താൻ അവിടെ തൂക്കാണ്, മുട്ടുമടക്കാണ്. വീണ്ടും സാത്താൻ ബാധിക്കുകയാണ്. സാത്താൻ പറയാണ് യോബിന്റെ മേൽ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ സാത്താൻ കൊടുത്തു ദൈവത്തിന്റെ അടുത്ത് യോബിന്റെ ശരീരത്തെ തൊടാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു. ഇനി അവൻ എന്തുകൊണ്ട്, യോബ് എന്നൊരു വ്യക്തിയുണ്ട്, അവന്റെ ബോഡി അല്ലെ, പിന്നെ ഭാര്യയുണ്ട്, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. അപ്പൊ അവന്റെ ശരീരത്തെ തൊടാൻ എനിക്ക് അനുവാദം തരണമെന്ന് സാത്താൻ വീണ്ടും ദൈവത്തിന്റെ സന്നിധി ചെന്ന് അനുവാദം ചോദിച്ചു. അപ്പം അങ്ങനെ ദൈവം എന്തെടുത്തു? അനുവാദം കൊടുത്തു. യോബിന്റെ ശരീരത്തെ തൊടാനായിട്ട് ദൈവം അനുവാദം കൊടുത്തു. ഇവരുടെ എന്തെടുത്തെന്ന് അറിയാമോ? സാത്താന് മനസ്സിലായി ശരീരത്തെ ഒന്ന് ആക്രമിച്ചു നോക്കാം ഇവരെന്ത് ചെയ്യുമെന്ന്. അങ്ങനെ യോബിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറയുകയാണ്. അങ്ങനെ യോബിന്റെ ശരീരം മുഴുവൻ നെറുക മുതൽ കാലിന്റെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ എന്ന് പറഞ്ഞാൽ വ്രണങ്ങളാൽ ബാധിതനായി. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ചെറിയ മുഖക്കുരു വന്നാൽ നമുക്കുണ്ടാകുന്ന ആ വേദനയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും, നമ്മളെപ്പോഴും അതിനകത്ത് ഇങ്ങനെ വേദന നമുക്കൊരു അസ്വസ്ഥത. എന്നാൽ യോബിന്റെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും ഇല്ലാതെ വലിയ വ്രണങ്ങൾ വന്നാത്ത അവസ്ഥ എന്താണ്? കുറച്ചറിയുമ്പോൾ ഇത് പഴുക്കും, പൊട്ടി ഒഴുകാൻ തുടങ്ങും, ചൊറിച്ചില്, അസ്വസ്ഥത, വേദന, ബുദ്ധിമുട്ട്, ഇതെല്ലാം യോബ് അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ യോബ് എന്താണ്? ഒരു വശത്ത് മാനസിക ദുഃഖം, നഷ്ടങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് അല്ലേ? മക്കളെ നഷ്ടപ്പെട്ടു, സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു, ഇപ്പൊ ആരോഗ്യത്തിന് കയറി പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. വ്രണങ്ങളാൽ ബാധിതൻ, വേദന കൊണ്ട്, ചൊറിച്ചിലുകൊണ്ട് ചെറിയ പൊട്ടുകഷ്ണത്തിൽ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഭാര്യ പോലും അകലം പാലിച്ചു തുടങ്ങി. ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തിന്റെ സാമീപ്യത്തോട് താല്പര്യം, കാരണം ദുർഗന്ധം, വല്ലാത്ത ദുർഗന്ധം. അദ്ദേഹം എന്തെടുക്കണം? ഒരു ഒട്ടും കഷ്ണം എടുത്ത് ഇങ്ങനെ തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരിക്കുകയാണ് മനുഷ്യൻ. ഇത്ര വലിയ ധനവാനും ദൈവഭക്തരുമായ ഒരു മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ചാരത്തിലിരുന്ന് ഒട്ടു കഷ്ണം കൊണ്ട് ഇങ്ങനെ ശരീരം ചെയ്യുന്ന അവസ്ഥ. അപ്പൊ യോബിന്റെ ഭാര്യ എന്തുകൊടുത്ത് അറിയാമോ? യോബിന്റെ അടുത്ത് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചു നടക്കാം. യോബിന്റെ ഭാര്യ വന്നിട്ട് പറയാണ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചു കളയാം. വലിയൊരു ഉപദേശം കൊടുക്കുകയാണ്. നീ എന്തിനാ ഇനി ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇതല്ലേ ഇപ്പൊ നിന്റെ അവസ്ഥ, ചാരത്തിൽ നിന്ന് നീ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇനി എന്തിനാ ഭക്തി മുറുകെ ദൈവത്തെ തെറ്റിച്ച് തള്ളിക്കളയാനാണ് യോബിന്റെ ഭാര്യ യോബിനോട് ഉപദേശം കൊടുക്കുകയാണ്. അപ്പൊ യോബ് പറഞ്ഞ മറുപടി നമ്മൾ ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ, യോബ് ഭാര്യയോട് പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഇത്രയും ഞാൻ നാളെ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചെങ്കിൽ ദൈവം തരുന്ന ഏത് തിന്മയാണെങ്കിലും ഞാൻ സന്തോഷത്തോടെ അനുഭവിക്കും. തിരിച്ചു പറയുന്നത് എന്താണ്? നീ എന്തൊരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊണ്ടുവെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ? കണ്ടോ ഒരു ദൈവഭക്തന്റെ മറുപടി. അപ്പോൾ ലജ്ജിച്ചു പോയി. ഇത്രയും കഷ്ടതയിൽ യോബിന്റെ ആ ദൈവിക ഭക്തി, ദൈവത്തിന് മറത്ത് ഒരു വാക്ക് പോലും യോബ് അവിടെ സംസാരിക്കുന്നില്ല. അതാണ് യോബിന്റെ ദൈവകൃപ. എന്നാൽ നോക്കി ഇനി എന്താണ് സംഭവിക്കുന്നത്? തന്റെ കഷ്ടതകൾ യോബ് ദൈവത്തെ മുറുകെ പിടിച്ചു. ദൈവത്തോടുള്ള ബന്ധത്തിന് അവൻ പിടിപെട്ടില്ല. ദൈവത്തോട് ചേർന്ന് തന്നെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലും യോബ് എന്താണ്? ദൈവത്തോട് ചേർന്ന് നിന്നു. അതാണ് യോബിന്റെ വലിയൊരു ക്വാളിറ്റി. ദൈവം അപ്പോൾ എന്തെടുത്തു? യോബിനോട് കൂടെ തന്നെ ചേർന്ന്, ദൈവത്തോട് ചേർന്ന് യോബിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവം തക്കതുള്ള കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അങ്ങനെ നോക്കി നമ്മുടെ കഷ്ടതയിൽ ഇരിക്കുന്ന യോബിനെ ആശ്വസിപ്പിക്കാൻ ഇതാ ഫ്രണ്ട്സ് വരും. നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വരും, ഫ്രണ്ട്സോടി വരുന്നത് 4 സ്നേഹിതന്മാർ
ദൂതന്മാർ വന്നിട്ട് ഈ യോബിനെ ചുറ്റും ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വന്നു. പക്ഷെ അവരുടെ വാക്കുകളൊക്കെ പലപ്പോഴും യോബിനെ വേദനിപ്പിക്കുന്നതായി തീർന്നു. യോബിനെ കളിയാക്കുന്ന പോലെ യോബ് ദൈവത്തോട് എന്തോ തെറ്റ് ചെയ്തു. അപ്പം യോബ് ചെയ്തോ പാപം നിമിത്തം ദൈവം യോബിനെ ശിക്ഷിച്ചാണ് ഈ വ്രണങ്ങളൊക്കെ വന്നിങ്ങനെ ഇത്രയും കഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുള്ള രീതിയിൽ അവർ കുത്തുവാക്ക് പോലെ സംസാരിച്ചത്. യോബിൻ്റെ ഈ കഷ്ടതയിൽ അവർ പറഞ്ഞ കുത്തുവാക്കുകൾ ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ദൈവം ഇനി എന്താണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് യോബിന് വേണ്ടി ചെയ്തത് നമുക്ക് നോക്കാം. ഇതെല്ലാം സന്തോഷത്തോടെ സഹിച്ച യോബിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളിലാണ്. ഒരു ഇരട്ടി അനുഗ്രഹമാണ് യോബിൻ്റെ മേൽ. യോബിൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞ ഈ വാക്കുകൾ ദൈവത്തിന് ഇഷ്ടപ്പെടാനും ദൈവം തീരുമാനിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, സാത്താൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു ജയമുണ്ടല്ലോ. യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഷ്ടസമയത്തും തന്നെ കളിയാക്കിയ പരിഹസിച്ച കൂട്ടുകാർക്ക് വേണ്ടി യോബ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം എന്തെടുത്തു? യോബിൻ്റെ സ്ഥിതി മാറ്റി. ഈ ഒരു ഘട്ടം മാറിയിട്ട് തിരിഞ്ഞു വരാൻ കാര്യങ്ങളില്ല. ദൈവം യോബിൻ്റെ സ്ഥിതി മാറ്റി. നഷ്ടമായതിൻ്റെ എല്ലാം ഇരട്ടി ദൈവം കൊടുത്ത് യോബിനെ അനുഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. മനസ്സിലായോ? 10 മക്കളെ കൂടെ ദൈവം കൊടുത്തു. ആദ്യം ഉണ്ടാകുന്ന 10 മക്കൾ മരിച്ചു. പുതിയ 10 മക്കളെ ദൈവം യോബിന് കൊടുത്തു. നല്ല സുന്ദരിമഴായ പെൺമക്കളെയും ആൺമക്കളെയും കൊടുത്തു. സൗന്ദര്യമുള്ളായ പെൺമക്കൾ പ്രത്യേകിച്ച് സൗന്ദര്യമുണ്ടായിരുന്നു. അതുപോലെ 7000 ആട്, 3000 ഒട്ടകം, 500 ജോഡി കാള, 500 പെൺകഴുത, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഡബിൾ 7000 14,000 6000 ഒട്ടകം, 1000 ജോഡി കാള, 1000 പെൺകഴുത, അതുപോലെ മക്കൾ. സ്വർഗത്തിലും ഭൂമിയിലും 10 മക്കളെ വെച്ച് ഇരട്ടി അനുഗ്രഹങ്ങളെ കൊടുത്ത് യോബിനെ ദൈവം മാനിച്ചു. നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ കൈവിടാത്തൊരു ദൈവം, വിശ്വസ്തനായൊരു ദൈവം. നമ്മൾ വിശ്വസ്തമായി നിന്ന ദൈവം നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് നഷ്ടങ്ങൾ വന്നാൽ അതെല്ലാം പരിഹരിച്ച് അതിൻ്റെ ഇരട്ടി നന്മ നൽകി നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടേണ്ട. തക്ക സമയത്ത് നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ നോക്കിയേ, പിശാചിപ്പോൾ എന്താണ് പിശാചിൻ്റെ അവസരം? ചമ്മിപ്പോയി. പിശാചിന് എന്ത് പറ്റി? ചമ്മിപ്പോയി. നമ്മുടെ യോബ് സുന്ദരനായിട്ട് ഭാര്യയും യോബും മക്കളും സമ്പത്തോ ഇരട്ടി ഡബിള് കൊടുക്കുന്ന ദൈവം. മനസ്സിലായോ? പിശാചിന് മുമ്പിൽ മറ്റു ലോകമനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ ഭക്തനായി ജീവിച്ച യോബിനെ ദൈവം മാനിച്ചു. ഇത് തന്നെ നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, തക്ക സമയത്ത് നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നിങ്ങളാരും പിശാച് കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ തളർന്നു പോകരുത്. നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ നമുക്ക് പോകാം. പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. എല്ലാവരും കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നല്ല ദൈവസ്വപിതാവേ, ഇന്ന് പറഞ്ഞാൽ കഷ്ടസമയത്ത് ഞങ്ങളെ ഉയർത്തുവാൻ, ഞങ്ങളെ സഹായിക്കാൻ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനഭാഗം പഠിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ഇരുന്ന് കർത്താവ് സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനം പഠിക്കുന്നത് എന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീക വളർച്ചയിലേക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കാൽവയ്പ്പാണ്. വചനം പഠിക്കുന്നതിന് സൺഡേ സ്കൂൾ പാഠപുസ്തകം എല്ലാവർക്കും വളരെ ആവശ്യമാണ്. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിക്കുകയാണെങ്കിൽ പോലും സൺഡേ സ്കൂൾ പുസ്തകത്തിൻ്റെ പ്രാധാന്യം വലുതാണ്. അത് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ആ പുസ്തകം വാങ്ങിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഓൺലൈനിൽ പാഠം പഠിപ്പിക്കുമ്പോൾ പുസ്തകം കൂടെ വായിച്ച് അത് പഠിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കുമ്പനാട് സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ ഓഫീസിലും അതുപോലെ തന്നെ സമീപത്തുള്ള പുസ്തകക്കടകളിലും സൺഡേ സ്കൂൾ പുസ്തകം നമുക്ക് വാങ്ങിക്കുവാൻ കഴിയുന്നതാണ്. ദൈവവചന പഠനം എല്ലാ കാലത്തും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയരായി വളരുവാൻ ഒരു ഉത്തമ വഴികാട്ടിയാണ്.